السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല് മാ മലഉബ്നു ആദം മനുഷ്യ നുറക്കല്ല വിആഅൻ ഒരു ചീലടെ ശർറമിൻ ബത്നിഹി പിന്നെ അവൻ്റെ ബയറക്കാല് ഷർറായ ഒരു ചീലടെ മനുഷ്യ നിറച്ചിരിക്കല്ലാണ്ട് ചെന്നെങ്കിൽ മനുഷ്യ നിറക്കട ചീലൽ വെച്ചിട്ട് ഏറ്റവും ഷർറായത് അവൻ്റെ ബയറായിട്ടിക്കുന്നുണ്ട്. ബയർ നിറക്കുന്നത് ജാഗ്രത ആക്കണം. കണക്കാണ്ട് ಯಾರ ಓವರ್ಲೋಡ್ ಬಯರ್ಲ ಹಾಕೋತೀರ ಅದು ഏറ്റവും ഷർറ് ಮನುಷ್ಯಗು. ಹಸ್ಬುಬ್ನ ಆದಮ್ ಲುಕೈಮಾತುನ್ ಮನುಷ್ಯಗು ಯುಕಿಮ್ನ ಸುಲ್ಬಹು ಮನುಷ್ಯಗು ನೇರಾയിട്ട് ಸ್ಟ್ರೈಟ್ ನಿಕ್ಕವು, ಅವನ ಮುಳ್ಳೆಲ್ಲ ನೇರಾയിട്ട് ನಿಕ್ಕವು. ಅವನಿಗೂ ಕೊರಿಯ ಭಕ್ಷಣ പിടി ഭക്ഷണം അവനക്ക് മെയ്യാവിടും. വെറുതെയും കണക്കാണ്ട് ಯಾರ ബയർ നിറക്കണ്ട, അത് ആവശ്യമില്ല. മനുഷ്യരുടെ ശരീരത്തിൽ അത് ആവശ്യമില്ല. ഫൈൻകാനല മഹാലത്ത ഇത് മനുഷ്യർക്ക് നിറക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ സുലുസുല്ലി തൊആമിഹി അവൻ്റെ ബയത്തെ 3 ഓതിയാക്കിയിട്ട് ഒരു ഓതി ഭക്ഷണത്തിനും ഒരു ഓതി പിന്നെ തന്നിക്കും ഒരു ഓതി ലി നഫസിഹി അവൻ ശ്വാസത്തിന് വേനായിട്ട് വെക്കട്ടുണ്ട്. അപ്പോൾ പിന്നെ ലാസ്റ്റ് എത്ര അതിനായിട്ട് കൊറോടി നിറച്ചെങ്കിൽ ഹൈർ അതിനായിട്ട് ഓവർ നിറക്ക് പോയിട്ടായെങ്കിൽ മനുഷ്യർക്ക് അത് ഷർറായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ഹദീസ് നമുക്ക് എല്ലാ നിലക്കും ഒരു വലിയൊരു ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു മാന്യത്തെ കൊടുക്കുന്ന ഒരു ഹദീസായിട്ട് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് വേറെ 3 ഓതിയാക്കി ചെന്ന്, പക്ഷേ ഇതിൻ്റെ തങ്ങ കാലി ഭക്ഷണത്തിന് മാത്രം ഞങ്ങളെ ബയർ വെച്ചതുപോലെ ഉണ്ട്. അവിടെ തന്നിക്കും പക്കയില്ല, പിന്നെ ശ്വാസെടുക്കും പക്കയില്ല. അവർ മങ്ങത്ത് പോയിട്ട് പുറത്ത് പറയുമ്പോൾ തിന്നിട്ട് പുറത്ത് പറയുമ്പോൾ മനുഷ്യന്മാർക്ക് പടക്കം വരെ പോലും തീരില്ല. അങ്ങനത്തെ അവസ്ഥ ഇങ്ങനെ ഉബസമുണ്ട്. പക്ഷേ എന്നെങ്കിൽ എല്ലാം ബയറിലെല്ലാം കംപ്ലീറ്റ് ഇതേ നിറച്ചില്ലേ, വേറെന്തും ഇല്ല. പിന്നെ തന്നെ നിറച്ചതെല്ലാം മേൽ നിൽക്കണം, അത്രേ ബയർ ഉൾക നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഉണ്ട് നാളെ നാളെ ജീവന പദ്ധതി റൂഢിയായി പോയിട്ട് വാസ്തവത്തിൽ ഇതെല്ലാം വലിയ എഫക്റ്റ് ആക്കരുത്. നാളെ ദുനിയാവുടെ വിഷയത്തിലും ആഖിറത്തെ വിഷയത്തിലും. ദുനിയാവുടെ വിഷയം ഏതായാലും നമുക്ക് തോന്നുന്നുണ്ടല്ലേ, എൻ്റെ എല്ലാ ഡോക്ടർമാരും ചെന്നിട്ടില്ല നിങ്ങളെ ഫുഡ് കൺട്രോൾ ആക്കാറുണ്ട്. വെറുതെക്കും ഇങ്ങനെ കണക്കാണ്ട് ചെയ്യാറ് ഞങ്ങളെ ബയർ നിറച്ചിട്ട് ഞങ്ങളെ ശരീരത്തെ ഓവർലോഡ് ആക്കിയത് കൊണ്ടായിട്ട് ഞങ്ങളെ ശരീരത്തെ പാർട്സുകൾ പ്രത്യേകിച്ച് ബയറിൻ്റെ പാർട്സുകളായ ലിവർ, കിഡ്നി ഇതെല്ലാം ജീർണാംഗ ഇതെല്ലാം എന്തായിട്ടുണ്ട് നിഷ്ക്രിയമായി പോകേണ്ട ഒരവസ്ഥ ആയിട്ട് ഒരു വാഹനത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശീലകയാവട്ടെ നിങ്ങൾ കണക്കിനാണ്ട് ചെയ്യാറ് നിറച്ചപ്പോൾ അതെന്താവുള്ളൂ സഹജമായിട്ട് അത് വാഹനമായെങ്കിൽ ചിലപ്പോൾ അത് മുന്നോട്ട് പോകാണ്ട് പൾട്ടിയായിട്ട് പൂർവ്വ ചാൻസ് ഉണ്ട്. ബാഗായെങ്കിൽ പറഞ്ഞിട്ട് കീറവ് ചാൻസ് ഉണ്ട്. ഇതുപോലെ ആയിരിക്കും മനുഷ്യരെ ബയർ കണക്കിനാണ്ട് ചെയ്യാറ് ലോഡാകുമ്പോൾ അവിടെ ജീർണാംഗവും ബാക്കി എല്ലാവർക്കും അത് അടിപണ്ട്. അപ്പം എന്താ ഉള്ളത്, അതൊക്കെ പ്രവർത്തിക്കാൻ സാധ്യമാവില്ല. കുറേ സമയമാകുമ്പോൾ അത് നിഷ്ക്രിയമാവും. അങ്ങനെ 40-50 വർഷമാകുമ്പോൾ മനുഷ്യ എല്ലാ രോഗത്തെ കൂടായിട്ട് മരിക്കുക റെഡിയായിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി തന്ന ഈ ആഹാര പദ്ധതിയെ റൂഢിയാക്കി വന്നതായ ആൾമാർ നല്ല ആയുസ്സോടു കൂടെ ആരോഗ്യത്തോടു കൂടെ ജീവിച്ച് നമുക്ക് കാണും. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു പോലത്തെ ആൾമാരെല്ലാം ആധ്യാത്മികമായിട്ട് അങ്ങ് വലിയ ഉന്നതമായ സ്ഥാനത്ത് എത്തിയത് അങ്ങനെ ഈ ആഹാര പദ്ധതി കൊണ്ടായിട്ട്. കാരണം മനുഷ്യരെ മനസ്സ് ശുദ്ധിയാവാനുണ്ടായെങ്കിൽ നിർമ്മലാവാനുണ്ടായെങ്കിൽ അവനക്ക് വേനായത് കുറേ കാര്യങ്ങൾ മഹാന്മാർ ചെന്ന കൂട്ടത്തിൽ ഒന്ന് ചെന്നത് അവൻ്റെ ബയർ കാലിയായിട്ട് കൊണ്ടുകൊണ്ടു. അപ്പോൾ ബയർ കാലിയാക്കിയപ്പോൾ എനിക്ക് എന്തായത് ഇബാദത്തിലും ഇൻട്രസ്റ്റ് വന്ന് എവിടത്തോളം ബയർ നിറച്ചമ അവിടത്തോളം എനിക്ക് ഇബാദത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല. ഇബാദത്തിലൊരു ടേസ്റ്റ് നമുക്ക് തോന്നത്തില്ല. കാരണം ആഹാരത്തെ ടേസ്റ്റ് ചെയ്യാറായ പോലെ ഇബാദത്തിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോകണ്ടു. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, മൻകാനത്ത് ഹിമ്മത്തുഹു മാ യദ്ഖുലു ബത്നുഹു കാനത്ത് ഖീമത്തുഹു മാ യഖ്റുജു മിൻഹാ. ഒരാൾ തിന്നരതേ ജീവിതത്തിൽ റൂഢിയാക്കി പോയിട്ടായെങ്കിൽ ദുനിയാവ് ബന്ധനമേ തിന്നുകയായിട്ട് എന്ന നിലക്ക് ജീവിച്ചിട്ടായെങ്കിൽ അവൻ ദുനിയാവിൽ എന്തും നേടവും സാധ്യമല്ല. അവൻ്റെ കീമത്ത് അവൻ്റെ ബലം എത്ര ചെന്നെങ്കിൽ ആ തിന്നിട്ട് വിസർജനാക്കി പോകേണ്ട ആ വിസർജന ഇതുണ്ടല്ലേ വേസ്റ്റ്, ആ വേസ്റ്റ് എത്ര കീമത്തുണ്ട്, എത്ര ബലമുണ്ട്, അത്രമേ കീമത്ത് അവന് വിൽക്കും. പക്ഷേ ദുനിയാവിൽ അവൻ എന്തും നേടാവില്ല.
വലിയ സാധക്കന്മാരെല്ലാം അങ്ങ് പിന്നെ സാധനമാക്കിയത് അങ്ങനെ ಬೇರೆ അങ്ങ് കൺട്രോളാക്കിയത് കൊണ്ടായിരിക്കും. വിജ്ഞാനിമാരാവട്ടെ ബാക്കി എല്ലാം വലിയ ദുനിയാവിൽ കണ്ടുപിടിച്ച ആൾമാരെല്ലാം അങ്ങ് തിന്നറിക്ക് ആരെ ഗമനം കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ മൈൻഡ് നല്ല വർക്കായിട്ട്. അതുപോലെ പിന്നെ പിന്നെ മഹാന്മാർ ഔലിയാക്കന്മാർ ആലിമീങ്ങൾ അങ്ങ് ಬೇರೆ ചുരുക്കിയത് കൊണ്ടായിരിക്കും അങ്ങക്ക് വലിയ മാരിഫത്തെല്ലാം കിട്ടും കാരണമായത്. അതുകൊണ്ട് പിന്നെ ആഹാര പദ്ധതിയിൽ തെല്ലൊരു ഞങ്ങൾ ചേഞ്ചസ് കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഭാരി എന്നുണ്ട് വലിയ കഷ്ടങ്ങൾ നേരിടേണ്ടി പണ്ട്. ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് റളിയല്ലാഹു അൻഹു രാജാവായിട്ടേക്കൊരു ആ മഹാൻ്റെ കാലഘട്ടത്തിൽ ഒരു വലിയ വൈദ്യകീയ സമ്മേളനം നടന്നത്. വലിയ ഡോക്ടർമാരുടെ സമ്മേളനം അയാൾ നടത്തിയത്. എന്നിട്ട് അയാൾ എല്ലാവരും കൂടിയിട്ട് ഒരു പ്രശ്നം കേടുത്ത്, നിങ്ങൾ ഒരു മനുഷ്യരെ ആരോഗ്യത്തെ വിഷയത്തിൽ ഒരു സലഹ തരണം, ഒരേ സലഹ ആവണം. മനുഷ്യ ആരോഗ്യമായിട്ട് ദുനിയാവ് ജീവിക്കൂ, ഒരു സലഹ നിങ്ങൾ തരണം. അപ്പോൾ ഓരോരോ ഡോക്ടർമാർ ഓരോരോ സലഹ കൊടുത്താറ്, സജഷൻ കൊടുത്താറ്. ഒരു ഡോക്ടർ എന്തോ വിഷയം ധാരാളം കുടിക്കറും തന്നി കുടിക്കറുണ്ട്. അങ്ങനെ ഓരോരുത്തരും കുറേ ആൾമാർ ചെന്ന് എക്സസൈസ് ആക്കണം, ഇങ്ങനത്തെ എല്ലാം ഒരു ഉപദേശം കൊടുത്താറ്. ആ കൂട്ടത്തിൽ ആഫ്രിക്കത്തെ ഇത്യോപ്യത്തുള്ള ഒരു ഡോക്ടർ ചെന്തുള്ള നിങ്ങൾ പിന്നെ ആരോഗ്യത്തെ ദൃഷ്ടിയിൽ നല്ല സലഹ നിങ്ങൾ പൈക്കാട്ട് നിങ്ങൾ തിന്നെങ്കിൽ നിങ്ങൾ വേറെ നടക്കണ്ടാണ്ടായിട്ടില്ല. പൈക്കാട്ട് തിന്നോ തുടങ്ങിയിട്ടെങ്കിൽ വേറെ നിറച്ച് തിന്നണ്ട. പിന്നെ വേറെ നടക്കുന്ന മുന്നലേ ആഹാരം സ്റ്റോപ്പാക്കും. പിന്നെ ഇനിയും ഭക്ഷണം വേണുകൊണ്ട് നിങ്ങളെ ശരീരം ആശിച്ചപ്പോൾ നിങ്ങൾ എന്താക്കറു, പിന്നെ ശരീരം ആശിച്ചപ്പോൾ പിന്നെ ഭക്ഷണം ഇടവ് പോകണ്ട, പിന്നെ സ്റ്റോപ്പാക്കറോടെ. അത് നല്ല ഒരു സജഷനായിട്ട് നല്ലൊരു ഉപദേശമായിട്ട് അവാർഡ് വിന്നിങ് ഒരു ഉപദേശമായിട്ട് ഹാറൂൺ റഷീദ് അതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആഹാര പദ്ധതിയിൽ ഞങ്ങൾ കൺട്രോൾ ആക്കാനാവുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, നമുക്ക് എല്ലാവർക്കും നല്ല ആഫിയത്ത് തരട്ടെ, അങ്ങനെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ ബിഫദ്ലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.